സ്വർഗസ്ഥനായ പിതാവാൻ ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്ക് സ്തുതിക്കപ്പെടുമാറാകട്ടെ. പ്രപഞ്ച സൃഷ്ടാവായ ദൈവം നമുക്കൊരുക്കിയിരിക്കുന്ന ആ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്കത് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയും. ദൈവം ഒരുക്കിയിരിക്കുന്ന എന്താണ്? ഈ ആത്മാവ് നിത്യജീവനിലേക്ക് പോകണം. ഈ ആത്മാവിനൊരു ജീവിതമുണ്ട്, ജീവനുള്ള ആത്മാവ്. ഈ ജഡം അഴുകിപ്പോകുന്ന ഈ ജഡത്തിന് വേണ്ടി ജീവിക്കാതെ ആത്മാവ് നിത്യതയിലേക്ക് പോകണം എന്നുള്ളത് മനസ്സിലാക്കി തന്നെ മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ട്. പിതാവ്, സൃഷ്ടാവായ ദൈവം, സർവ്വജനവും ആ നിത്യതയിലെത്തണം, ആ ദൈവം ഒരുക്കിയിരിക്കുന്ന പദ്ധതിയിലെത്തണം എന്നുള്ളത് തന്നെയാണ്. അത് ക്രിസ്ത്യാനികളായാലും കൊള്ളാം, ജാതികളായാലും യഹൂദന്മാരായാലും ആര് തന്നെയായാലും ആ നിത്യത, ആ ദൈവം ഒരുക്കിയിരിക്കുന്ന ആ പദ്ധതിയിലേക്ക് പ്രവേശിക്കുവാനാണ് എല്ലാവരും. അങ്ങനെ പോകണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ആ സൃഷ്ടാവായ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുക, ആത്മാവിനെ കളയാതെ ആത്മാവിൻ പ്രകാരം വെളിച്ചത്തൂടെ നടക്കുക. സകല പോഷ്കും സകല ദുഷ്പ്രവൃത്തികളും സകല ഞൊണപറച്ചിലും കൂട്ടിപ്പിടിവീരും ഞൊണ കേൾക്കുന്നതും സകലതും പാപം തന്നെയാണ്. സകലതും വിട്ട് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ആ ദൈവരാജ്യത്തോട്ട് പ്രവേശിക്കുവാൻ ശ്രമിക്കുക. ക്രിസ്ത്യാനികളൊക്കെ ഞായറാഴ്ച ഒരു ദിവസം പള്ളിയിൽ പോകുന്നു, അല്ലെങ്കിൽ പല കൂട്ടായ്മയിലും പലരും പോകുന്നു. പക്ഷെങ്കിൽ ആ സമയത്തുള്ള ആത്മീയത മാത്രമേ ഉള്ളൂ. പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ യാതൊരു ആത്മീയതയും കാണാനില്ല. സകല ദുഷ്പ്രവൃത്തികളും സകല പോഷ്കുകളും എന്തെല്ലാം ചെയ്യുമോ അതെല്ലാം ചെയ്തു കൂട്ടും. ഒടുവിൽ പകുതി ആത്മാവിലും പകുതി ജഡത്തിലുമായിട്ട് വസിക്കുന്നു. ലോകത്തിൽ ജീവിക്കുമ്പോൾ ആത്മാവിൻ പ്രകാരം ജീവിക്കണം. എങ്കിൽ മാത്രമേ ആ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. സകല പോഷ്കും വിട്ട് സകല ദുഷ്പ്രവൃത്തികളും വിട്ട് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ആത്മീയനായി വളരുക. നന്മയ്ക്ക് നന്മ ചെയ്യുന്നതിൽ മുതിർന്നവരെ പോലെയും തിന്മ ചെയ്യുന്നതിൽ ശിശുക്കളെപ്പോലെ ആകുവാൻ നിങ്ങളെ എല്ലാവരെയും ഞാൻ അങ്ങനെ തന്നെ ആകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ദൈവം ഒരുക്കിയിരിക്കുന്ന പദ്ധതി എന്ന് പറയുമ്പം ദൈവപുത്രന് കൂടെ തന്നിരിക്കുന്ന വചനങ്ങൾ, അത് പുതിയ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതിനകത്ത് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ മുൻപോട്ട് പോകണം. ആത്മാവിനെ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും, കഷ്ടതയോ പ്രശ്നങ്ങൾ എന്തു വന്നാലും ആ ദൈവപുത്രനുള്ള ആ ദൈവത്തെ മറന്ന് ജീവിക്കാതെ ദൈവത്തിങ്കലേക്ക് പ്രവേശിക്കുവാൻ ആ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കി മുൻപോട്ട് പോകണം. മരണപ്പെടുന്നതിന് മുമ്പേ മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ ഈ ദൈവത്തെ അറിയാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പല പരീക്ഷകളും പല പ്രശ്നങ്ങളും പല രീതിയിലുള്ള പ്രയാസങ്ങളുണ്ട്. ഇതിനെയൊക്കെ തരണം ചെയ്ത് ഇതൊന്നുമില്ല എന്നുള്ള രീതിയിൽ മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ദൈവസ്നേഹത്തിൽ നിന്നും നമ്മളെ വേർതിരിക്കുന്നത് ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ, ഇതിലൊന്നും നമ്മൾ ആ ദൈവസ്നേഹത്തിൽ നിന്നും നമ്മളെ വേർപിരിക്കല്ലേ. ഈ ലോകം പിശാചിൻ്റെ അധീനതയിലാണ് കിടക്കുന്നത്. പിശാച് അവൻ തരുന്ന ലോകത്തിൻ്റെ നന്മകളും
സകലതും ആശ്വസിച്ച് തിന്നു കുടിച്ച് ഇങ്ങനെ പോയാൽ മരണപ്പെട്ട് പിന്നെ ആത്മാവില്ലാതെ ആ ദൈവത്തിൻ്റെ പദ്ധതിയിലെത്താൻ പറ്റാതെ മരണപ്പെട്ടു പോകേണ്ടി വരും. അതുകൊണ്ട് മരിച്ചാലും മരണത്തെയും പാതാളത്തെയും ജയിച്ചവൻ ആ കർത്താവായ യഹോശുവ മശിഹയിൽ വിശ്വസിച്ച് മുൻപോട്ട് പോകുവാൻ ശ്രമിക്കുക. എന്ത് പ്രശ്നങ്ങൾ വന്നാലും മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ യാതൊരു സൃഷ്ടിക്കും നമ്മുടെ കർത്താവായ യഹോശുവ മശിഹയിലുള്ള ദൈവസ്നേഹത്തിൽ നിന്നും നമ്മളെ വേർപെടുത്താൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ രീതിയിൽ തന്നെ മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ട്. പ്രശ്നങ്ങളൊക്കെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പിശാചിൻ്റെ അധീനതയിൽ കിടക്കുന്ന ഈ ലോകത്തുനിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുവാൻ ശ്രമിക്കുക. വെളിച്ചത്തൂടെ നടക്കുക. ഈ ലോകത്തും വരുവാനുള്ള ലോകത്തും നിത്യജീവനും നൽകുന്ന കർത്താവിനെ അറിയുവാൻ ശ്രമിക്കുക. ദൈവം ഒരുക്കിയിരിക്കുന്ന പദ്ധതി, ദൈവപുത്രനിലൂടെ വെളിപ്പെട്ടു വന്നിരിക്കുന്ന ആ പദ്ധതി എന്ന് പറഞ്ഞാൽ സർവ്വജനങ്ങളും ഈ ദൈവത്തിൻ്റെ വ്യവസ്ഥയിലെത്തണം. ഈ ആത്മാവിനെ കളയാതെ നിത്യജീവനിലേക്ക് എത്തണം. അതുതന്നെയാണ്. അതിനെല്ലാവരും ശ്രമിക്കുക. പ്രൈസ് ദി ലോർഡ്.